ജനകോടികളുടെ അയ്യപ്പ ഭക്തന്മാരുടെ നെഞ്ചിൽ കാരിരുമ്പ് കുത്തിയേറ്റുന്ന സംഭവമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം. എന്താണ് ഇപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അവസ്ഥ? ഒന്ന് വിശദീകരിക്കാമോ? അന്വേഷണത്തിൻ്റെ ഏറ്റവും ഒടുവിലെ അവസ്ഥ എന്ന് പറയുന്നത് KS ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറായിരുന്നു അദ്ദേഹം, മുൻ തിരുവാഭരണ കമ്മീഷണർ. അദ്ദേഹം ഇപ്പോൾ 7ാം പ്രതിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അറസ്റ്റുകളെല്ലാം ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം ആണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ആഗോള കാർട്ടൽ സംഘം നടത്തുന്നത് പോലെയുള്ള ഒരു സംഭവത്തിൽ ഈ അറസ്റ്റുകൾ ഇങ്ങനെ പോയാൽ മതിയോ? ഉദ്യോഗസ്ഥരിൽ കിടന്ന് വട്ടം കറങ്ങിയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ പിൻബലം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻ്റായിട്ടുള്ള PS പ്രശാന്തിൻ്റെ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആരോഹണം തന്നെ. തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ CPM സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. സ്ഥാനാർത്ഥി സ്ഥാനം തന്നെ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയായിട്ടിരുന്നത്. അതിൽ പരാജയപ്പെട്ടു. കോൺഗ്രസ് ആയിരുന്നു സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം ഇനി CPMൽ നിന്നാണേ കിട്ടൂ എന്നുള്ള ധാരണയിൽ ചേക്കേറി CPMലേക്ക്. അപ്പോൾ CPM കൊടുത്ത പാരിതോഷികമാണ്. CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ നിർത്തുകയില്ല, ഇനി നിർത്തിയാൽ അദ്ദേഹത്തിന് കെട്ടിവെച്ച തുക കിട്ടുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ തന്നെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് വിചാരിച്ചു, എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ട്. പക്ഷേ എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി CPMന് കിട്ടുമെന്നോ മനസ്സിലാക്കിയത് കൊണ്ട് അവരിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്.